സർവീസ് വാട്ടർ കൂൾഡ് ഓർ ബ്രൈൻ കൂൾഡ് ചില്ലർ. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ കരുതുന്നു. ഈ മോഡ്യൂളിൽ വാട്ടർ കൂൾഡ് അല്ലെങ്കിൽ ബ്രൈൻ കൂൾഡ് ചില്ലറുകൾ സർവീസ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. പരിശീലനത്തിന്റെ അവസാനം ഈ പറയുന്നവ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സിസ്റ്റം പമ്പ് ചെയ്യുക, ബ്രൈൻ ശീതീകരണ ഇവാപറേറ്ററിന്റെ ഭാഗങ്ങൾ സർവീസ് ചെയ്യുക, അസംബ്ലിക്ക് ശേഷം ചോർച്ചയുണ്ടോ എന്നുള്ള പരിശോധന. ഇപ്പോൾ ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, സാമഗ്രികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായ ഉപകരണങ്ങളോ ടൂളുകളോ ഇവയാണ്: റിംഗ് സ്പാനർ സെറ്റ് ഒരു സെറ്റ്, ഡബിൾ എൻഡ് സ്പാനർ സെറ്റ് ഒരെണ്ണം, പൈപ്പ് റിഞ്ച് ഒരെണ്ണം, സ്ക്രൂ സ്പാനർ ഒരെണ്ണം, 2 കിലോ ഭാരമുള്ള ചുറ്റിക ഒരെണ്ണം, ഉളി ഒരെണ്ണം, സ്ക്രൈബർ ഒരെണ്ണം. ആവശ്യമായ സാമഗ്രികൾ: മൾട്ടിപ്പിൾ ബ്രൈൻ ചില്ലറുകൾ ഒരെണ്ണം. ആവശ്യമായ വസ്തുക്കൾ: ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡ്രൈക്ലോറോ എത്തിലീൻ, ബ്രാസ്റ്റ് ബ്രഷ് ഒരെണ്ണം, പിച്ചള സ്ക്രൈബർ ഒരെണ്ണം, 3 mm കട്ടിയുള്ള കംപ്രസ് ചെയ്ത ആസ്ബസ്റ്റോസ് ഫൈബർ ഷീറ്റ് 1x3 മീറ്റർ അളവിൽ ആവശ്യാനുസരണം, ബനിയൻ തുണി. എന്താണ് ചില്ലർ? ഒരു ലോഡിൽ നിന്ന് താപം വേർതിരിച്ചെടുക്കുകയും ശീതീകരണ സംവിധാനം ഉപയോഗിച്ച് പരിസ്ഥിതിയിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് ചില്ലർ. പവർ പ്ലാന്റുകളിലും മറ്റ് വലിയ സൗകര്യമുള്ള ഇടങ്ങളിലും ഈ തണുപ്പിക്കൽ സംവിധാനം അനുകൂലമാണ്. അടിസ്ഥാനപരമായി സർക്കുലേഷൻ ഘടകങ്ങൾക്കൊപ്പം എത്തിലീൻ ഗ്ലൈക്കോളും വെള്ളവും അല്ലെങ്കിൽ വെള്ളം മാത്രമുള്ള ഒരു സിസ്റ്റം ഇതിൽ ഉൾപ്പെടുന്നു. കൂളിംഗ് ലിക്വിഡ് റിസർവോയറിൽ നിന്ന് തണുപ്പിക്കൽ ആവശ്യമായ ഉപകരണങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. പവർ പ്ലാന്റുകളിൽ കൂടുതൽ സാധാരണവും ആധുനികവുമായ ഫാനുകൾ ഉപയോഗിച്ച് ചൂട് പുറന്തള്ളുന്ന എയർ കൂൾഡ് ചില്ലറുകളും ഉണ്ട്. നമുക്ക് ചില്ലറുകൾ എത്ര തരത്തിൽ ഉണ്ട് എന്ന് നോക്കാം. വാട്ടർ കൂൾ ചില്ലർ. വാട്ടർ കൂൾഡ് ചില്ലറുകൾ ഒരു കൂളിംഗ് ടവർ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് എയർ കൂൾഡ് ചില്ലറുകളെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമത നൽകുന്നു. ആംബിയന്റ് ഡ്രൈ ബൾബിന്റെ താപനിലയേക്കാൾ കുറവായ ആംബിയന്റ് താപനില ബൾബിന്റെ താപനിലയെ അടിസ്ഥാനമാക്കി അവ ഘനീഭവിക്കുന്നതിനാൽ അവ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുന്നു. എയർ കൂൾഡ് ചില്ലർ. ഭംഗി, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജലലഭ്യത പരിമിതിക്കുള്ള സാഹചര്യങ്ങളിൽ എയർ കൂൾഡ് ചില്ലറുകൾ ഉപയോഗിക്കാം. 2 തരത്തിലുള്ള ചില്ലറുകളും താപ കൈമാറ്റത്തിനായി വായു പ്രവാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ രീതിയിലാണ് വ്യത്യാസം ഉള്ളത്. വാട്ടർ കൂൾഡ് ചില്ലറുകൾ ഈർപ്പമുള്ള എയർ സ്ട്രീം, ആംബിയന്റ് എയർ സ്ട്രീം പ്ലസ് വാട്ടർ സ്പ്രേ ഉപയോഗിക്കുന്നു. എയർ കൂൾഡ് ചില്ലറുകൾ ആംബിയന്റ് എയർ മാത്രം ഉപയോഗിക്കുന്നു. ബ്രൈൻ കൂൾഡ് ചില്ലറുകൾ എന്ന മറ്റൊരു തരം ചില്ലറും ഉണ്ട്. ഒരു പ്രക്രിയയിൽ നിന്നോ പ്രയോഗത്തിൽ നിന്നോ ചൂട് വേർതിരിച്ച് ഒരു കൂളിംഗ് യൂണിറ്റിലേക്ക് മാറ്റുന്നതിന് ഉപ്പ് വെള്ളവും ഉപ്പ് ചേർന്ന ഒരു മിശ്രിതം ഉപയോഗിക്കുന്ന ഒരു തണുപ്പിക്കൽ സംവിധാനമാണ് ബ്രൈൻ ചില്ലർ. ഈ സംവിധാനത്തിൽ ഉപ്പുവെള്ള ലായനി ഒരു ചൂട് എക്സ്ചേഞ്ചറിലൂടെ ഒഴുകുന്നു. ഈ പ്രക്രിയയിൽ നിന്നുള്ള താപം ആഗിരണം ചെയ്യുന്നു. തുടർന്ന് ഒരു ശീതീകരണ സംവിധാനം പോലെയുള്ള ഒരു തണുപ്പിക്കൽ ഉറവിടത്തിലേക്ക് നീങ്ങുന്നു. അവിടെ അത് ചൂട് പുറത്തുവിടുകയും അതിന്റെ യഥാർത്ഥ താപനിലയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഉപ്പുവെള്ള തണുപ്പിക്കലിനെ വേഗതയിലാക്കുന്നു, കാരണം ഇത് സാധാരണ ജലത്തെ അപേക്ഷിച്ച് കുറഞ്ഞ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ തുടരുന്നു. കുറഞ്ഞ താപനില ആവശ്യമുള്ള തണുപ്പിക്കൽ ആപ്ലിക്കേഷനുകൾക്ക് ഇത് അനുയോജ്യമാകുന്നു. വെള്ളത്തിൽ ഉപ്പ് ചേർക്കുന്നത് ലായനിയുടെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കുന്നു. താരതമ്യേന കുറഞ്ഞ ചെലവിൽ ചൂട് കാര്യക്ഷമമായി കൊണ്ടുപോകാനുള്ള ഉപ്പുവെള്ളത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. ചില്ലറുകൾക്ക് ഉപ്പുവെള്ള ലായനി സൃഷ്ടിക്കാൻ വിവിധ ലവണങ്ങൾ ഉപയോഗിക്കാം. സോഡിയം ക്ലോറൈഡ് ലഭ്യത, താങ്ങാവുന്ന വില, കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റ് എന്നിവ കാരണം ഇത് ശീതീകരണ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. കാൽസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്നിവ പോലെയുള്ള ഇതര മാർഗങ്ങൾ വളരെ കുറഞ്ഞ താപനില ആവശ്യപ്പെടുന്ന ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമായ കുറഞ്ഞ ഫ്രീസിംഗ് പോയിന്റുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഉപ്പുവെള്ളം തയ്യാറാക്കുമ്പോൾ ഉപ്പ് ജല അനുപാതം അതിന്റെ തണുപ്പിക്കൽ കാര്യക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ശ്രദ്ധാപൂർവം ക്രമീകരിക്കേണ്ടത് പ്രധാനമാണ്. അതേസമയം നാശത്തിന്റെ അപകട സാധ്യതയും ഉയർന്ന ഉപ്പ് സാധ്യതയുമായി ബന്ധപ്പെട്ട് മറ്റ് സങ്കീർണതകളും കണക്കിലെടുക്കുന്നു. സിസ്റ്റം തടസ്സങ്ങൾ തടയുന്നതിനും പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനും ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നതിനു മുമ്പ് ഉപ്പ് നന്നായി അലിയുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കാലക്രമേണ ചില്ലർ സിസ്റ്റത്തിന്റെ പ്രകടനം നിലനിർത്തുന്നതിന് പതിവ് നിരീക്ഷണവും പരിപാലനവും ആവശ്യമാണ്. ഇനി ചില്ലർ സർവീസ് ചെയ്യുന്നതിനുള്ള നടപടിക്രമം നോക്കാം.
ടാസ്ക് 1 സിസ്റ്റം പമ്പിംഗ്. സിസ്റ്റം ഓഫ് ചെയ്യുക. ലിക്വിഡ് ലൈൻ അടയ്ക്കുക. ലോ പ്രഷർ കട്ടൗട്ട് സ്വിച്ചിലെ ഇലക്ട്രിക്കൽ കണക്ഷൻ താൽക്കാലികമായി ബൈപ്പാസ് ചെയ്യുക. കംപ്രസർ ഡ്രൈവ് മോട്ടോർ സജീവമാക്കുക. സക്ഷൻ മർദ്ദം 0.5 കിലോഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്ററിനായി കുറയുന്നതുവരെ നിരീക്ഷിക്കുക. കംപ്രസർ ഡ്രൈവ് മോട്ടോർ ഓഫ് ചെയ്യുക. ഡെലിവറി വാൽവ് കൃത്യമായി അടയ്ക്കുക. മുൻകരുതൽ: കംപ്രസർ സെക്ഷൻ മർദ്ദം വാക്വത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഓയിൽ പമ്പ് ചെയ്യാനോ അനുവദിക്കരുത്. ബ്രിൻ ഇൻലെറ്റും ഔട്ട്ലെറ്റ് വാൽവുകളും അടയ്ക്കുക. കൂളറിൽ നിന്ന് ബ്രിൻ ലിക്വിഡ് ഒഴിച്ച് അടച്ച പാത്രത്തിൽ സൂക്ഷിക്കുക. ടാസ്ക് 2 ബ്രൈൻ ഇവാപ്പറേറ്റർ ഘടകങ്ങളുടെ പരിപാലനം. ഗ്യാസ് കട്ടുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് എൻഡ് കവറുകൾ അഴിക്കുക. ട്യൂബുകൾ നന്നായി പരിശോധിക്കുക. ഒരു റോഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് ക്ലീനിംഗ് ബ്രഷ് ഉപയോഗിച്ച് ഒരു ട്യൂബിന്റെ ഉൾവശങ്ങൾ വൃത്തിയാക്കുക. ഫ്ലോട്ട് അസംബ്ലി പ്രത്യേകം സർവീസ് ചെയ്യുക. തുടർന്ന് അത് വീണ്ടും കൂട്ടിച്ചേർക്കുക. വീണ്ടും ഘടിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തുണി ഉപയോഗിച്ച് സൈറ്റ് ഗ്ലാസ് നീക്കം ചെയ്ത് ഉൾവശങ്ങൾ വൃത്തിയാക്കുക. സുരക്ഷാ വാൽവിൽ അറ്റകുറ്റപ്പണി നടത്തി അത് വീണ്ടും ഘടിപ്പിക്കുക. കൃത്യതയ്ക്കായി പ്രഷർ ഗേജ് പരിശോധിക്കുക. ഓയിലും അഴുക്കും നീക്കം ചെയ്യാൻ ഷെൽ സൈസ് ഡ്രെയിൻ തുറക്കുക. തുടർന്ന് ഡ്രെയിൻ വാൽവുകൾ അടയ്ക്കുക. സെക്ഷൻ സർവീസ് വാൽവിലൂടെ N2 മർദ്ദം പ്രയോഗിക്കുക. സമ്മർദ്ദം നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ടാസ്ക് 3 അസംബ്ലിക്ക് ചെയ്ത ശേഷമുള്ള ലീക്ക് പരിശോധന. ട്യൂബുകൾക്ക് ചോർച്ചയുണ്ടോയെന്ന് പരിശോധിക്കാൻ സോപ്പ് ലായനി ഉപയോഗിക്കുക. ഒരു ചോർച്ച കണ്ടെത്തിയാൽ അത് പരിഹരിക്കാൻ നടപടികൾ കൈക്കൊള്ളുക. സർവീസ് വാൽവിലേക്ക് വാക്വം പമ്പ് ലൈൻ ബന്ധിപ്പിക്കുക. വാക്വം പമ്പ് ആരംഭിച്ച് 760 മില്ലിമീറ്റർ എത്തുമ്പോൾ നിർത്തുക. വാക്വം ഇല്ലാതാക്കാൻ ഗ്യാസ് ലൈൻ തുറക്കുക. എൻഡ് കവറുകൾക്കായി പുതിയ ഗ്യാസ്കറ്റുകൾ തയ്യാറാക്കുക. എൻഡ് കവറുകൾ വീണ്ടും അറ്റാച്ച് ചെയ്യുക. ബ്രൈൻ സിസ്റ്റത്തിൽ നിന്ന് എയർ ലോക്കുകൾ റിലീസ് ചെയ്യാൻ ബ്രൈൻ വാൽവ് തുറക്കുക. ബ്രൈൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചോർച്ചയുണ്ടോയെന്ന് പുറമെ പരിശോധിക്കുക. നമ്മൾ ഈ പരിശീലനത്തിലെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ പരിശീലനത്തിൽ നമ്മൾ പഠിച്ചത് സിസ്റ്റം പമ്പ് ചെയ്യുക, ബ്രൈൻ ശീതീകരണ ബാഷ്പീകരണത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ, കൂടാതെ അസംബ്ലിക്ക് ശേഷം ഒരു ലീക്ക് ടെസ്റ്റ് നടത്തുക. അങ്ങനെ വാട്ടർ കൂൾഡ് അല്ലെങ്കിൽ ബ്രൈൻ കൂൾഡ് ചില്ലറുകൾ എങ്ങനെ സർവീസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ പരിശീലനം ചെയ്യുക. നന്ദി.